നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന് UAE ഭരണാധികാരികൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ UAEയിലും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും UAE ഭരണാധികാരികൾ ആശംസ നേർന്നു. സമൂഹത്തിന്റെ ഉന്നമനത്തിനും വികസനത്തിനുമായി പ്രയത്നിച്ച എല്ലാ സ്ത്രീകളുടെയും സംഭാവനകളെ ഞങ്ങൾ ആഘോഷിക്കുന്നു. UAEയിൽ ഉടനീളം പ്രതിദിനം 7500 ഇഫ്താർ ഭക്ഷണങ്ങൾ വിതരണം ചെയ്ത് ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷൻ. ദരിദ്ര കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളുടെ ഭാരം ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ചാരിറ്റി ഓർഗനൈസേഷൻ റമദാൻ മാസത്തിൽ UAEയിൽ പ്രതിദിനം 7500 ഇഫ്താർ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. UAEയിലെ ദാതാക്കളുടെ പിന്തുണയോടെ റമദാൻ ടെന്റുകൾ, ലേബർ താമസ സൗകര്യങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. 2025 മാർച്ച് അവസാനത്തിന് മുൻപ് കോർപ്പറേറ്റ് നികുതിയിൽ രജിസ്റ്റർ ചെയ്യാൻ FTA അഭ്യർത്ഥിച്ചു. കോർപ്പറേറ്റ് നികുതിക്ക് വിധേയരായ എല്ലാ വ്യക്തികളും 2025 മാർച്ച് അവസാനത്തോടെ കോർപ്പറേറ്റ് നികുതി രജിസ്ട്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് UAEയിലെ ഫെഡറൽ ടാക്സ് അതോറിറ്റി ആവശ്യപ്പെട്ടു. US ഇലക്ട്രിക് പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് ദേവ പരിശോധിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ പരിശീലനം, നെറ്റ്വർക്ക് നവീകരണം, ഊർജ്ജ സംഭരണ പരിഹാരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയും US-ലെ പ്രമുഖ വൈദ്യോർജ്ജ ഗവേഷണ വികസന സംഘടനയായ ഇലക്ട്രിക് പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചർച്ച ചെയ്തു. ഗ്രീൻഫീൽഡ് FCയെ ആകർഷിക്കുന്നതിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി തുടർച്ചയായ 4ാം വർഷവും ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിനാൻഷ്യൽ ടൈംസ് ലിമിറ്റഡിന്റെ FDI മാർക്കറ്റ് ഡേറ്റ പ്രകാരം തുടർച്ചയായ 4ാം വർഷവും ഗ്രീൻഫീൽഡ് വിദേശ നേരിട്ടുള്ള നിക്ഷേപ പദ്ധതികളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി ദുബായ് സ്ഥാനം നേടി. അശ്രദ്ധമായി പാദമാറിയാൽ 1000 ദിർഹംസ് പിഴ. ഫുജൈറ എമിറേറ്റിൽ അശ്രദ്ധമായി പാദമാറിയാൽ 1000 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തുമെന്ന് ഫുജൈറ പോലീസിന്റെ മുന്നറിയിപ്പ്. ചോദ്യപേപ്പർ ചോർച്ച, ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. 3 ഡിഗ്രി വരെ ചൂട് കൂടും. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. ലണ്ടനിൽ ചരിത്രം കുറിച്ച് ഇളയരാജ. ആദ്യമായി പാശ്ചാത്യ ക്ലാസിക്കൽ സിംഫണി അവതരിപ്പിക്കുന്ന ഇന്ത്യക്കാരൻ. ലണ്ടനിൽ പാശ്ചാത്യ ക്ലാസിക്കൽ സിംഫണി അവതരിപ്പിച്ച് ഇളയരാജ. ഞായറാഴ്ച രാത്രി ലണ്ടനിലെ ഇവിംഗ് അപ്പോളോ തിയേറ്ററിലായിരുന്നു ഇളയരാജയുടെ കരിയറിലെ ആദ്യത്തെ പാശ്ചാത്യ ക്ലാസിക്കൽ സിംഫണിയായ വയലിയന്റ് എന്ന പരിപാടി അരങ്ങേറിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. വലിയ നേട്ടങ്ങൾ ആവർത്തിക്കാൻ സാധിക്കട്ടെ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യക്ക് അഭിനന്ദനവുമായി മുഖ്യമന്ത്രി. IPLന് മുൻപ് ഡൽഹി ക്യാപിറ്റൽസിന് തിരിച്ചടി. ഇംഗ്ലണ്ട് സൂപ്പർ താരം ഹാരി ബ്രൂക്ക് പിന്മാറി. 2 വർഷ വിലക്കിന് സാധ്യത. ആർസെനലിനെ സമനിലയിൽ തളച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സദാം പൂനെ 3-1 തകർത്ത് ലിവർപൂൾ 15 പോയിന്റ് മുന്നിൽ. വനിതാ അണ്ടർ 23 ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് തകർപ്പൻ ജയം. 179 റൺസിന് മേഘാലയെ തകർത്തു. ഇംഗ്ലണ്ട് ടീമിൽ മലയാളി കബഡി. വനിതാ ടീം ക്യാപ്റ്റൻ ഉൾപ്പെടെ 4 പേർ മലയാളികൾ. പുരുഷ ടീമിൽ 2 മലയാളികൾ. കബഡി ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് വനിതാ ടീമിന്റെ ക്യാപ്റ്റനായി എറണാകുളം വൈപ്പിൻ നായരമ്പലം സ്വദേശി ആതിര സുനിൽ. ആതിരയ്ക്ക് പുറമെ 3 മലയാളി വനിതകൾ കൂടി ടീമിലുണ്ട്. പുരുഷ ടീമിൽ 2 മലയാളികളും ഇടം പിടിച്ചിട്ടുണ്ട്. ഗോകുലം ടീമുകൾക്ക് ജയം. പുരുഷന്മാർ രാജസ്ഥാൻ FCയെ 3-0 തകർത്തു. വനിതാ ടീം 2-0 നിത FCയെ വീഴ്ത്തി. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്ക് വൻപൻ വിജയം. ജംഷഡ്പൂർ FCയെ 5-2 തോൽപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.